മുതുപ്പിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പൂക്കള വിവാദം ഏറ്റെടുത്ത് ബി.ജെ.പി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുതുപ്പിലാക്കാട്ടേക്കെത്തി. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് നാളെ ബി.ജെ.പിയുടെ മാർച്ചുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമിട്ട സൈനികനടക്കം 27 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ രാജ് ചേരുകയാണ്. അരുൺ, 27 പേർക്കെതിരെയാണ് ഈ പൂക്കളമിട്ടതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളില്ല എന്ന് ഈ യുവാക്കൾ പോലീസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ പോലീസ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ ഒരു എഴുത്തിനെ മാത്രം മാറ്റി നിർത്തിയാണ് എഫ്ഐആർ തയ്യാറാക്കിയതെന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് അവിടെ എത്തിയ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഇതേത് തരത്തിലേക്ക് അല്ലെങ്കിൽ ഏതൊരു തലത്തിലേക്ക് മാറ്റാനാണ് ബി.ജെ.പി. ആലോചിക്കുന്നത്? എങ്ങനെയാണ് വിവരങ്ങൾ? പ്രവിധ ഓണപ്പൂക്കളം ഇട്ടത് വിവാദമായതിന് പിന്നാലെ വലിയ ശക്തമായ സമരത്തിലേക്കാണ് ഇപ്പോൾ ബി.ജെ.പി. കടന്നിരിക്കുന്നത്. ബി.ജെ.പി. ഈ വിഷയം ദേശീയ തലത്തിലടക്കം ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. അല്പസമയം മുമ്പാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ സ്ഥലം സന്ദർശിക്കുകയും ഈ സ്ഥലത്തെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തത്. ഇതിനുശേഷം ഈ കേസിൽ പ്രതികളായ ഈ സൈനികരെ അടക്കമുള്ളവരെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ സുരേഷ് ഗോപി തേടുന്ന കാഴ്ചയും കണ്ടു. മുതുപിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് അത്തപ്പൂക്കളം ഇട്ടതിനെ ചൊല്ലി അത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയത് മായ്ക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു എന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ അത്തപ്പൂക്കളം ഇട്ട യുവാക്കൾ മുന്നോട്ട് വെക്കുന്നത്. അതേസമയം ക്ഷേത്രസഭ പറയുന്ന വാദം ഇക്കാര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനപ്പുറം ചില രാഷ്ട്രീയ പതാകകളടക്കം ഇക്കാര്യത്തിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ നടന്നു പോകുന്നതെന്ന വാദമാണ് ഈ യുവാക്കൾ പറയുന്നത്. എന്നാലും 27 പേർക്കെതിരെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസെടുത്തിട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ വരവോടെ ഇത് ദേശീയ തലത്തിലേക്ക് കൂടി വിഷയം മാറുകയാണ്. ബി.ജെ.പി. ഈ വിഷയം ഇവിടെ നിർത്തുന്നില്ല. നാളെ ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പങ്കെടുത്തുകൊണ്ട് ഈ ഹിന്ദു സംഘടനകളുടെയും ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചടക്കം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബി.ജെ.പി. വരും ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ സജീവമാക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള സൂചനയാണ് സുരേഷ് ഗോപിയുടെ വരവോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വിവിധ ഹിന്ദു സംഘടനകൾ ഈ വിഷയം ഇപ്പോൾ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിനപ്പുറം ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ എന്തുകൊണ്ടാണ് ഈ ഹൈന്ദവ ആചാരപ്രകാരമുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്തതെന്ന ചോദ്യം കൂടി ഹൈന്ദവ സംഘടന മുന്നോട്ട് വെക്കുന്നു. കേസ് പിൻവലിച്ച് ഇക്കാര്യത്തിൽ പോലീസ് അടിയന്തരമായി പിന്മാറണമെന്ന ആവശ്യമാണ് ബി.ജെ.പി. സംസ്ഥാന കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടുന്നത്. കാരണം അല്ലെങ്കിൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകും. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിലേക്ക് കടക്കാൻ കൂടിയുള്ള തീരുമാനം ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഒരുപക്ഷെ ഇന്നും നാളെയുമായി ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കൾ ഈ സംഭവത്തിൽ കൂടുതൽ പ്രതികരണത്തിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രഭിത മനസ്സിലാക്കുന്നത്. അങ്ങനെ ദേശീയ തലത്തിലേക്ക് ഈ സംഭവത്തെ ഉയർത്താനാണ് ഇപ്പോൾ ബി.ജെ.പി. ശ്രമിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.